മാർച്ച് 11 ചൊവ്വാഴ്ച. മത്തായി 6:7-15 വരെ വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും മൂക്കുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിശുദ്ധ തിരുവെഴുത്ത് അനുസരിച്ച് ഇതെല്ലാം മൂക്കിൽ നിന്നാണ് ആരംഭിച്ചത്. കർത്താവായ ദൈവം നിലത്തെ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി. മനുഷ്യരാശിയുടെ ആത്മീയ സൃഷ്ടി മൂക്കിലൂടെ നേടിയെടുത്തതാണെന്ന് ഉൽപ്പത്തിയുടെ എഴുത്തുകാരൻ നമ്മോട് പറയുന്നു. ആരാധനയിൽ നാം നമ്മുടെ കണ്ണുകളും ചെവികളും കൈകളും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. അതേസമയം നമ്മുടെ മൂക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ മറന്നുപോയ ഒരു ഭാഗമാണ്. പുരാതന കാലത്ത് ധൂപത്തിൻ്റെ ഉപയോഗം ഒരു യാഗമായും പ്രാർത്ഥനയ്ക്കുള്ള സഹായമായും ഉപയോഗിച്ചിരുന്നു. നമ്മുടെ തലച്ചോറിൽ ഏതാണ്ട് 50,000-ഓളം ഗന്ധങ്ങളുടെ ഒരു കാറ്റലോഗ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു. അതിൻ്റെ ഗന്ധം ഉയരുമ്പോൾ മൂക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മൂക്ക് സന്തോഷിക്കുന്നതായി തോന്നുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, വിജാതിയർ ചെയ്യുന്നത് പോലെ അവരുടെ പ്രാർത്ഥനകളിൽ വ്യർത്ഥമായി സംസാരിക്കരുത് എന്നാണ്. കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചാൽ പ്രാർത്ഥന മികച്ചതാണെന്ന് വിജാതിയർ കരുതിയേക്കാം. കൂടാതെ നിരവധി വാക്കുകൾ അവരുടെ ദൈവങ്ങളിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കൊണ്ടുവരുമെന്ന് അവർ പ്രതീക്ഷിച്ചേക്കാം. യേശു ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു പ്രാർത്ഥനയാണ് അവൻ അവരെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് യേശുവിൻ്റെ ഒരു സമൂലമായ പഠിപ്പിക്കലാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ ഇസ്രായേലിൻ്റെ പിതാവായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഹൂദന്മാർ യഹോവയെ അവരുടെ പിതാവെന്ന് വിളിക്കാൻ മടി കാണിച്ചിരുന്നു. കാരണം ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ അത് ദൈവത്തെ ഒന്ന് കുറച്ച് കാണിക്കുകയല്ലേ എന്ന സംശയമുണ്ടായിരുന്നു. ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ശിഷ്യന്മാരെ അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തതിന് യേശുവിൻ്റെ കാലത്തെ മതനേതാക്കൾ അവനോട് കോപിച്ചു. എന്നിരുന്നാലും അവൻ്റെ ദൗത്യത്തിൻ്റെ കേന്ദ്ര സന്ദേശം അതാണ്. ദൈവം നമ്മുടെ പൊതുപിതാവാണ്. നമുക്ക് അങ്ങനെ വിളിക്കാം. ഒരു പിതാവും മകനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ എത്ര അടുത്ത ബന്ധമാണ് നമുക്ക് ദൈവവുമായി ഉണ്ടായിരിക്കാൻ കഴിയുക. കൂടാതെ നമ്മുടെ എന്ന സർവനാമം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ നാം എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരായി മാറുന്നു, പരസ്പരം ബന്ധപ്പെട്ടവർ. ക്ഷമയുടെ പ്രാധാന്യത്തെയും അതിനുള്ള നമ്മുടെ സ്വന്തം ആവശ്യകതയെ തിരിച്ചറിയുകയും ഈ പ്രാർത്ഥന ഊന്നിപ്പറയുന്നു. നാം ദൈവത്തിൻ്റെ ക്ഷമ തേടുമ്പോൾ അതേ കൃപ മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാരുണ്യത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തി ഒരു തരംഗ പ്രഭാവം സൃഷ്ടിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഐക്യവും സ്നേഹവും വളരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. സമയം കിട്ടുമ്പോൾ ശാന്തമായൊരു സ്ഥലം കണ്ടെത്തി പതുക്കെയും മനഃപൂർവമായും സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥിക്കുക. വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് അവ വരേണ്ടത്. എന്നിട്ട് കുറേ നേരം നിശബ്ദമായിരിക്കുക. നമ്മുടെ ഈ ദിവസത്തിൻ്റെ ശേഷിച്ച സമയം കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഉള്ളിലും യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. എന്തൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.